വിശാൽ, ഗായത്രി എന്ത് തോന്നുന്നു? എങ്ങനെ കളിച്ചു? നന്നായിട്ട് കളിച്ചു. നല്ല കോൺഫിഡൻസ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് റോമിയോ ജൂലിയറ്റ്. വിശാൽ, ഗായത്രി 100% കോൺഫിഡന്റ് ആണ്. നന്നായിട്ട് ചെയ്തു 100% തകർത്ത് കേട്ടോ. ശരിക്കും ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. కొంచెం అంగంగ మూమెంట్ ఫినిష్ చేయను గాయత్రి. మత్తబడి యు ఆర్ ఇంప్రూవ్డ్ అ లాట్ టేకింగ్ ద టిప్స్ అండ్ యు ఆర్ వర్కింగ్ అవుట్. அது நல்லா தெரியுது. பாக்கும்போது യു ആർ പുട്ടിംഗ് ഹാർഡ് വർക്ക് എന്ന് தெரியுது. ഒരു സജഷൻ ഉള്ളത് ഗായത്രി, ആ ഡയലോഗ് പോർഷനൊക്കെ ആ ഒരു ഡാൻസ് നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് മുതൽ എൻ്റെ വരെ ഒരു ഹൈപ്പർ എനർജിയാണ്. പ്രത്യേകിച്ച് ആ ബാക്ക് ഹാൻഡ് സ്പ്രിംഗ് ഒക്കെ അടിച്ച് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എക്സലന്റ്. വിശാൽ, അതത്രയും നിങ്ങൾ ആ 5 4 3 2 1 അവിടെ എത്തി ഗായത്രി. അത്രയും സ്പീഡിലായിരുന്നു, ഓവറോൾ സ്പീഡിലായിരുന്നു. പക്ഷേ ആ ഒരു ഡയലോഗ് പോർഷനിലൊക്കെ അതിനൊരു ക്ലാരിറ്റി, അത് ഇച്ചിരി ഓവർ എക്സ്പ്രസ്ഡ് ആയിപ്പോയി. ഒരു എക്സ്പ്രഷൻ വൈസ് ഒക്കെ ഒരു നമുക്കൊരു കുറച്ചും കൂടെ ഒന്ന് ലിമിറ്റ് ചെയ്ത് ചെയ്യാമായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആ ഫോക്കിൻ്റെ ആ ഡയലോഗൊക്കെ അല്ലേ, അത് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ ഇറ്റ് വാസ് സൂപ്പർ. വിശാൽ ആൻഡ് ഗായത്രി, നൈസ് കോസ്റ്റ്യൂംസ്, നല്ല കളർ കോമ്പിനേഷൻ ആണ്. ആൻഡ് നിങ്ങളുടെ എൻട്രി നന്നായിരുന്നു. മേലിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ താഴെ വീഴുന്ന പോലെ. ആൻഡ് എന്താ പറയുക, നല്ലൊരു പഞ്ച് ഉണ്ടായിരുന്നു. നല്ല ഫുൾ ഓഫ് എനർജി ആയിരുന്നു. മെഡ്ലി മിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് വെസ്റ്റേൺ, കോണ്ടംപററി ആൻഡ് ഫോക്ക്. ഈ ഒരു പാറ്റേൺ അല്ലാതെ വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. എനിക്കിഷ്ടം. Gayatri, you have improved a lot. Very good. Keep it up. Vishal, good energy level of fallings, everything else. എത്ര ഹേർട്ട് ആവുമെന്ന് എനിക്കറിയാം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസിയർ. അത് നമ്മൾ ചെയ്യുമോ, ജംപ്സ്, താള ഉളുമോ, ഗുഡ്. രണ്ട് ആൾക്കാരും നന്നായിട്ട് ചെയ്തു. യൂഷ്വലായിട്ടുള്ള കൊറിയോഗ്രാഫിയാണ് ഇത്. വലിയ കൊറിയോഗ്രാഫി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കണ്ടംപററി വാസ് വെരി ഗുഡ്. രണ്ട് ആൾക്കാരും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് കീപ് ദിസ് ഇത് മോട്ടിവേഷൻ ഉണ്ടാവട്ടെ. ഓക്കെ, ഡോണ്ട് ലീവ് ഇറ്റ്. അപ്പോൾ തന്നെ നിങ്ങൾ വരുന്നുണ്ട്, യു ആർ ജസ്റ്റ് നൗ ഗാലപ്പിംഗ് അപ്പ്. സോ ഐ വാണ്ട് യു ടു ഡു മോർ. നന്നായിട്ട് ചെയ്തു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ശാന്തി മാസ്റ്റർ. വിശാൽ, ഗായത്രി നല്ല പെർഫോമൻസ് ആയിരുന്നു. വെരി നൈസ് പെർഫോമൻസ്. ഇപ്പം 3 ഫോംസിന് പറഞ്ഞില്ലേ ഈ മെഡ്ലി മിക്സിൽ. ഗായത്രി, ആ മുടി അഴിഞ്ഞത് അറിയാതെ തന്നെ അഴിഞ്ഞു പോയതാണോ, അല്ലെങ്കിൽ കെട്ടിയത് എങ്ങനെ അഴിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് കെട്ടിയതാണോ? അഴിക്കാൻ വേണ്ടി ഓരോ സോങ്ങിനും വേറെ ഹെയർ സ്റ്റൈൽ ഉദ്ദേശിച്ചത്. ശരി, പക്ഷേ ഫസ്റ്റ് കോണ്ടംപററിയിൽ തന്നെ അത് പതുക്കെ ഇങ്ങനെ അഴിഞ്ഞു പോയി. യുനോ, അത് ശരിക്കും കുറച്ചും കൂടി ഭംഗി കൂട്ടിയതാണ്. നീ അറിയാതെ ഡാൻസ് ചെയ്യുമ്പോൾ അത് പതുക്കെ ഇങ്ങനെ അഴിഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടി അത് ഒരു പ്ലാൻഡ് മാതിരി തോന്നി. നന്നായിരുന്നു. പിന്നെ ഇന്നത്തെ ഈ പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നത് ഗായത്രി ഇപ്പോൾ കോമ്പറ്റീഷനിൽ ശരിക്കും പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുന്നേ ചെയ്ത പെർഫോമൻസിൽ ഗായത്രി വാസ് നോട്ട്, ഇത്രയും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വിശാൽ ഒട്ടും കുറവല്ല. വിശാൽ നന്നായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു. ഈ 3 സ്റ്റൈലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗായത്രി കോണ്ടംപററി, വെസ്റ്റേൺ, പിന്നെ ഫോക്ക് അല്ലേ, ഇതിലെ എല്ലാത്തിലെയും മോക്ക് അറിയാതെ ഒരു 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 ഒരേപോലെ ബോഡി ലാംഗ്വേജ് വന്നു പോയി. ഓരോ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ഡിഫറൻസസ് ബോഡി ലാംഗ്വേജിലും കൂടി വരേണ്ട മുള്ളൂ. എല്ലാത്തിലെയും ഈ ഹെഡ് റൗണ്ട്, എല്ലാത്തിലെയും ഹിപ്പ് റൗണ്ട്. മേ ബി കൊറിയോഗ്രാഫർ നിനക്കത് നന്നായിട്ട് വരുന്നതുണ്ട്. ആരാണ് കൊറിയോഗ്രാഫർ? ഉടനെ ഞാൻ കണ്ടുപിടിച്ചു. കൊറിയോഗ്രാഫറിന് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് അങ്ങോട്ടുള്ള ഒരു നോട്ടം. ഗായത്രിക്ക് ആ മൂവ്മെന്റ് നന്നായിട്ട് ചേരുന്നതുകൊണ്ടാണോ വിശാൽ അത് കൂടുതൽ അവർക്ക് കൊടുത്തത്? സ്റ്റൈല് വേറെ സ്റ്റൈലാണ് ചെയ്തത്. ആണോ? പക്ഷെ നന്നായി ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവസാനമുള്ള ആ ഫോക്കിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ റീമിക്സ്, അതിലും കൂടി ഒരു മിക്സ് ചെയ്തു അല്ലേ, ഒറിജിനൽ ആൻഡ് ഒരു ലേറ്റസ്റ്റ് വേർഷൻ. ഈ ഒട്ടകത്തെ കട്ടിക്കോ അതിന് ഇടയ്ക്ക് വോയിസസ് നന്നായിരുന്നു. എനിക്ക് ഫോക്കിൽ എന്താണെന്നറിയോ, ജോൺ പറഞ്ഞല്ലോ ഇങ്ങനെ കുറച്ച് കൺട്രോൾ വേണമായിരുന്നു എന്ന്. ആ വോയിസ് പാടിയിരിക്കുന്നത് ജസ്റ്റ് അത് പ്ലേ ചെയ്ത് കേട്ടാൽ എന്താണത്, ഒരു അതുവാ ഇതുവാ ഇങ്ങനെ അങ്ങനെ ഭയങ്കരമാ, അത് ഒരു കൺട്രോളില്ലാതെ വോയിസ് ആയിരുന്നു അത്. മനസ്സിലായോ? അതുകൊണ്ട് അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സി ദിസ് ഇസ് നമുക്ക് അല്ലല്ല മാസ്റ്റർ എന്താന്ന് വെച്ചാൽ ആ ഒരു ഡയലോഗ് പറയുമ്പോൾ ശരിക്കും ഞാൻ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഒത്തിരി അപ്പ് പോയി ഹെഡ്. അപ്പോൾ നമുക്ക് ആ ഫേസ് കാണാനായിട്ട് പറ്റില്ല. ഇവനാ ഇതിലെല്ലാത്തിലും ശ്രദ്ധിച്ചറിയാം. എനിക്കൊന്ന് ആ ടെലികാസ്റ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ല, നിങ്ങൾ കാണുമ്പോൾ ആ ഡയലോഗ് വരുന്ന പോർഷനിലെല്ലാം നിങ്ങളുടെ ഹെഡ് മോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ്, ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു.
மாத்திக்கிட்டு சொந்தமா சுருத்தா கால்ல ஓட்டுன கரச காட்டு மண்ணா சேலையில ஓட்டுன செவக்காட்டு மண்ணா அவனா இவனா ஆத்தரமா என் வீட்டு മൂഞ്ചിയ പേത്തുറവൻ തള്ളി ടൈ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ ആ ഒരു ലിപ്പൊന്നും കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്താണെന്നറിയോ, ഇപ്പം നമുക്ക് തന്നെ ആ വോയിസ് വരുമ്പോൾ ഒരു കൺട്രോൾ ആയിട്ട് ഒരേ സ്ഥലത്ത് നോക്കി ചെയ്യാൻ പറ്റാതെ ഇങ്ങ ഇപ്പടി അത് ദാറ്റ് വാസ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഗായത്രി ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഓൺ ദാറ്റ് പാർട്ട്. മൊത്തത്തിൽ ഈ പെർഫോമൻസ് നന്നായിരുന്നു. ഗായത്രി ഇത് മാത്രം എല്ലാത്തിലും അറിയാതെ ഒരേ സ്റ്റൈൽ വന്നു പോന്നു, ഒരു ഡിഫറൻസ് കാണിക്കണമുള്ളൂ. അതർവൈസ് നിന്റെ എക്സ്പ്രഷൻ, പാടിയ രീതി, പിന്നെ ചെയ്ത ആ ഒരേ ആക്ഷൻസ് ആയാലും ചെയ്ത് ഇത് എന്തോ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. യു ആർ ലുക്കിംഗ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഓൾസോ. താങ്ക് യു. ഓക്കെ, വിഷിംഗ് യു ബോത്ത് ഓൾ ഗുഡ് ലക്ക് ഫോർ യുവർ ഫർദർ റൗണ്ട്സ്. താങ്ക് യു ശാന്തി മാസ്റ്റർ. സോ കമന്റ്സ് ഒക്കെ കേട്ടല്ലോ, കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ? കുഴപ്പമില്ല. മാർക്സ് എന്താന്ന് നോക്കാം. റോമിയോ ജൂലിയറ്റ് ഔട്ട് ഓഫ് 10 8 marks. 8 on 10. Laila Majnu 7 on 10. 7 on 10. Shanti Master 8.5 on 10. 8.5 on 10. So your total score 23.5 on 30. Congrats. பார்க்காத ஐயோ பார்க்காத, நீ பார்த்தா பறக்கிற பாத மறக்கிற பேச்ச குறைக்கிற சட்டுன்னு தானா. മോനു ഇതുവരെ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ കണ്ണാടിയിൽ? ഞാൻ ശരിക്കും ഇങ്ങനെയാണ്, അങ്ങനെ ആയി വന്നതാണ് ഇവിടെ. ശരിക്കും ഇങ്ങനെയാണ്, ശരിക്കും ഇങ്ങനെയാണ്, അങ്ങനെ ആയി അങ്ങനെ ആയി വന്നതാണ്. ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? നിങ്ങൾ അത്രയും നമ്പി ഒരു കൊറിയോഗ്രാഫർ നിങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും ജസ്റ്റിഫൈ ചെയ്യില്ലെങ്കിൽ അപ്പുറം നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത് കുറച്ച് പാട്. ഐ നോ ദറ്റ് ഐ എം നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വേറെ സത്യം പറയുന്നില്ലേ.